ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രഷ് കട്ടിൻ്റെ ഹൗസിങ്ങിനെ കുറിച്ചാണ്. ഈ ഹൗസിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാൻ പോകുന്ന കേസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈലേജ് കുറയും, അതുപോലെ തന്നെ ഇതിൻ്റെ ഷാഫ്റ്റ് പോകും, അതുപോലെ തന്നെ ക്ലച്ചും പോകും. ഈ ഒരു ഇതിനുള്ളിൽ ബയറിങ്ങോ മറ്റ് കംപ്ലയിൻറ്റുകളോ ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇത് ഷെയ്ക്കാവുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കിയിട്ട് അത് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ബയറിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ഈ ഡ്രമ്മും ഉണ്ടാവും. ഈ ഡ്രമ്മിൻ്റെ ഈ ഭാഗത്തേക്കാണ് നമ്മളെ ക്ലച്ച് വന്നിട്ട് എൻജിൻ കറങ്ങുന്ന സമയത്ത് ക്ലച്ച് വികസിച്ചാണ് ഇത് കറങ്ങുന്നതും മുന്നിലേക്കുള്ള ഷാഫ്റ്റ് കറങ്ങുന്നതും. അങ്ങനെ ഇതിനുള്ളിൽ മൈലേജ് കുറയാൻ അത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് സ്പീഡില്ലാതെ എൻജിൻ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. മുന്നിലെ കറക്കം കുറയുന്നതിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്ന് ഈ ഡ്രമ്മ് തേഞ്ഞ് പോയിട്ട് ക്ലച്ച് വികസിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ഇത് വികസിച്ച് പോയാൽ ഇത് മൈലേജ് കിട്ടില്ല. മൈലേജിനൊരു കാരണമാണ്. അപ്പം അത് ഇതുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്, ഷെയ്ക്കാവുന്നുണ്ട്. അപ്പോൾ ആ സംഭവം എന്താണെന്ന്, കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ടൊന്ന് അയച്ചു നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ഒന്ന് നോക്കാം. ഇത്തരം പാർട്സുകൾ അയച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഗിയർ ബോക്സ് ഞാൻ അയക്കുന്നതിന് മുമ്പ് ഒരു പിൻ അയക്കുന്നത് എനിക്ക് കാണിച്ചു തന്നു. അതേപോലെ തന്നെയാണ് ഇതിനുള്ളിലും ഒരു ഹോളുള്ള ഒരു പിന്ന്, 2 ഹോളുള്ള പിന്ന് ഇതിനുള്ളിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് ഒരു ഭാഗത്തെ ഹോളാണ്, അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തെ ഹോള് ഇതാണ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ ഈ ടൂൾ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഈ ഹോളിൻ്റെ ഉള്ളിൽ അത് കറക്റ്റായിട്ട് ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇത് ഫ്രീ ആയി. അതിൻ്റെ ഉള്ളിൽ ഫ്രീ ആക്കി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനൊരു ചെറിയ സൈഡിലൊരു പതിയുണ്ട്, ആ പതിയിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് ഇടുക. അതിനുള്ളിൽ അത് ഫ്രീ ആയി, കണ്ടോ മേൽഭാഗത്തേക്കായി. പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അത് മേടി അതിനുള്ളിൽ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും ഇട്ടിട്ട് തട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഡ്രമ്മും അതുപോലെ തന്നെ അതിനുള്ളിലുള്ള പിന്ന് അതുപോലെ തന്നെ ബയറിങ്ങും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ ഇവിടെ ഒരു ഇതേപോലുള്ള ഒരു ചെറിയൊരു പിന്നും കൂടി ഉണ്ടാവും കേട്ടോ. ആ പിന്നും കൂടി എടുത്തിട്ട് വേണം നമ്മൾ ഈ ബയറിങ് പുറത്തേക്ക് എടുക്കാൻ. അപ്പം ബയറിങ് കൂടി പുറത്തേക്ക്, ഈ ബയറിങ് കൂടി നമുക്ക് പിന്നും കൂടി നമുക്ക് എടുത്തിട്ട് വേണം ബയറിങ് എടുക്കാൻ ഉണ്ടോ. ഈ ഭാഗത്താണ് ഇതുപോലുള്ള ചെറിയൊരു പിന്നുണ്ടാവുക. ഇതിനകത്ത് അതില്ല കേട്ടോ. അത് ഞാൻ ഇത് നേരത്തെ ഉപയോഗിച്ചൊരു മെഷീൻ മാറ്റി വെച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ബയറിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നിൽക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഈ സൈസ് ഇതേപോലുള്ള പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറുതുണ്ടാവും. അത് ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് നീക്കിയിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബയറിങ് പുറത്തേക്ക് എടുക്കണം. ഇതിപ്പോൾ നമ്മൾ ബയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബയറിങ് കൂടി പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതിനുള്ളിൽ നമുക്ക് ഈ പിന്ന് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഈ ബയറിങ് കൂടി നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. ബയറിങ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പിന്ന് ഉണ്ടാവും കേട്ടോ. ആ പിന്ന് എടുത്തിട്ട് വേണം, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇതിനതില്ല, കാരണം ഞാൻ ഉപയോഗിച്ച് മാറ്റി വെച്ചൊരു സംഭവം ആയതുകൊണ്ടാണ്. ഉണ്ടോ, ഇത് ഞാൻ കിസാൻ ക്രാഫ്റ്റിൽ ഉപയോഗിച്ചാണ്. ഇത് ഞാൻ ഉപയോഗിക്കാത്തതാണ്. അഥവാ കിസാൻ ക്രാഫ്റ്റിൻ്റെ ഇതേ ഹൗസിങ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇനി ബയറും കൂടി തട്ടിയെടുക്കാം കേട്ടോ. ഈ ഭാഗത്ത് തട്ടി കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലുള്ളൊരു ചെറിയൊരു സ്ക്രൂ എടുത്തിട്ട് ഈ ഹോളിൽ കൂടി ഇട്ടാൽ മതി കേട്ടോ. ഹോളില്ലാത്ത സൈസ് ഡ്രമ്മുണ്ട്, അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഇതിലെ തന്നെ വലിച്ചെടുക്കേണ്ടി വരും. ഇത് നമുക്ക് തൽക്കാലം ഇങ്ങനെ എടുക്കാൻ പറ്റും. കുറച്ച് ലൂസായി പുറത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് തട്ടിയെടുക്കാം കേട്ടോ. ഇത് കിട്ടിയിട്ടുണ്ട്. വയറിങ്ങിൽ വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഇതിൻ്റെ
ഓയിൽ സീലൊന്നും പോരാത്തതുകൊണ്ട് വലിയ കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് ഇതാ ഈ ബുഷിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് രൂക്ഷമായി. അതുപോലെ തന്നെ ഷാഫ്റ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഇത് മാറ്റിയതാണ്. ഒരു പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹോണ്ടൻ്റെയും ഏതാണ്ട് ഇതേ സെയിം തന്നെയാണ്. അപ്പം ഒരു ഹൗസിംഗ് റിപ്പയറിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹൗസിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് സ്പീഡ് കുറവ്, മൈലേജ് കുറവൊക്കെ വന്നിട്ട് ഇത് തേഞ്ഞ് പോയിട്ട് മൈലേജ് കുറവ്, അതായത് ആക്സിലേറ്റർ കൊടുക്കുമ്പം എൻജിൻ നല്ല സൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ മുൻഭാഗത്ത് ബ്ലേഡോ അല്ലെങ്കിൽ റോപ്പിട്ട ഭാഗമോ കറങ്ങുന്നില്ലെങ്കിൽ ഇത് അയച്ച് നോക്കിയിട്ട് ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ തൊട്ട് നോക്കിയാൽ ഒരു ചാലായി കാണും. ഇവിടെ ചെറിയൊരു തടസ്സം പോലെ ഉണ്ടാവും. നമ്മുടെ ക്ലച്ച് വന്ന് ഒരതി കറങ്ങുന്ന ഭാഗത്ത് തേഞ്ഞും കാണും. അതുകൊണ്ടാണ് സ്പീഡ് കിട്ടാത്തത്. അങ്ങനെ അഥവാ വന്നാൽ ഇത് മാറ്റിയിട്ട് പുതിയതൊന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇതിന് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതായതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിനുള്ളിൽ ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. തന്നെ അത് ഇട്ടു. ഇവിടെ ഒരു പിന്നിടാനുണ്ട്, ഇതുപോലുള്ള ചെറിയ പിന്ന്. അതിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഇതിനുള്ളിലേക്ക് കയറ്റിയിടണം. അങ്ങനെ കയറ്റിയിട്ടതിന് ശേഷമാണ് ഇത് നമ്മൾ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ആ പിന്നിനെ ഉണ്ടോ, ആ പിന്ന് ഇതിനുള്ളിലുണ്ട്. ആ പിന്ന് നമ്മൾ അതിനുള്ളിൽ കറക്റ്റായിട്ട് ഇടണം. ഇതിനുള്ളിലുള്ള പിന്നിനെ ഇതേപോലെ ഈ പ്ലെയർ വെച്ചിട്ട് ഉണ്ടോ ഇതിനുള്ളിൽ വെച്ച് വിട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു ചെറിയൊരു ചാലൊരു കൊത പോലെ ഉണ്ട്, അതിനുള്ളിലേക്ക് കയറിയിരിക്കും ഉണ്ടോ. അപ്പോൾ ബ്രഷ് കട്ടറിൻ്റെ ഹൗസിങ് റിപ്പയറിങ്, ബയറിങ് പോയാലും ഡ്രമ്മ് പോയാലും എങ്ങനെ ചെയ്യണമെന്നും അത് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. കറക്റ്റായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് ബ്രഷ് കട്ടർ ജോലി ചെയ്യുന്ന ആളുകൾക്കും സ്വന്തമായിട്ട് വീട്ടിലുള്ള ആളുകൾക്കും ചെറിയ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അത് മാറ്റി വെക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ മാറ്റി വെക്കേണ്ട. എല്ലാവരും മെഷീനും ഇനി പുതിയതാക്കി സ്വന്തമായിട്ട് റിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ചെയ്തതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വർക്കുകളും മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ ബൈ.